നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വീഡിയോസിലൊക്കെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് വരുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ടൂറിസം ആണ്. അപ്പം ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. അപ്പോൾ കൂടുതൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എക്സാംസിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങൾ എല്ലാവരും. അപ്പോൾ നമുക്ക് അതിലൊരു കോമൺ പേപ്പർ വരുന്നുണ്ട്. അതായത് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്നത് നമുക്ക് കോമൺ പേപ്പർ ആയിട്ടാണ് വരുന്നത്. 45 മാർക്കാണ് ഈ ഒരു പേപ്പറിന് ഉണ്ടായിരിക്കുക. 2 hours ആണ് എക്സാം വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ടും 4 സെക്ഷൻ ആയിട്ടാണ് എക്സാം വരുന്നത്. സെക്ഷൻ A, സെക്ഷൻ B, സെക്ഷൻ C, സെക്ഷൻ D എന്നുള്ള രൂപത്തിലാണ് എക്സാംസ് ഉണ്ടായിരിക്കുക. സെക്ഷൻ എയിൽ നമുക്ക് മെയിൻ ആയിട്ടും 8 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. അതിൽ ഏതെങ്കിലും 5 എണ്ണം മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. നമുക്ക് ഓരോ മാർക്ക് വീതമാണ് ക്വസ്റ്റ്യൻസിന് ഉണ്ടായിരിക്കുക. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണെന്ന് കരുതിയിട്ട് ആരും അത് സ്കിപ്പ് ചെയ്ത് പോകരുത്. നിങ്ങൾക്ക് എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു 1 വേർഡ് ക്വസ്റ്റ്യന് ആൻസർ എഴുതാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ സെക്ഷൻ ബിയിൽ നമുക്ക് ടോട്ടൽ 8 ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഏതെങ്കിലും 5 എണ്ണം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് കരുതി വെറും കുറച്ച് മാത്രം എഴുതി വെച്ചാൽ നമുക്ക് അതിന് ആൻസേഴ്സിന് മാർക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആൻസർ എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുപോലെ തന്നെ സെക്ഷൻ സിയിൽ നമുക്ക് വരുന്നത് ടോട്ടൽ 6 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഏതെങ്കിലും 4 എണ്ണം മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. നമുക്ക് ടോട്ടൽ മാർക്ക് വരുന്നത് 5 മാർക്കാണ്. അപ്പോൾ 5 മാർക്ക് എന്ന് പറയുമ്പോൾ മിനിമം ഒരു 2 പേജെങ്കിലും ആൻസേഴ്സ് എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 5 മാർക്ക് കിട്ടത്തുള്ളൂ. അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഒക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പോയിന്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. അതായത് പെൻസിൽ വെച്ചോ അല്ലെങ്കിൽ പെന്ന് വെച്ചോ അതിനൊരു അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നോക്കുന്ന ആളുകൾക്കാണെങ്കിലും ഒരു ഇംപ്രഷൻ വരാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് കിട്ടാനുള്ള ഒരു മെത്തേഡാണ്. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള ടിപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ എക്സാംസ് എഴുതാം. അതുപോലെ നമുക്ക് സെക്ഷൻ ഡിയിൽ വരുന്നത് ആകെ 2 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ളത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. അതിനനുസരിച്ച് മാത്രം ആൻസേഴ്സ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ കൂടുതൽ മാർക്ക് ഉള്ളതാണെന്നുണ്ടെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കുക, അതുപോലെ ഇൻസ്ട്രക്ഷൻസ് വായിക്കുക. ഇപ്പം എത്ര മാർക്കാണോ വരുന്നത് ആ ഒരു മാർക്കിന് അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾ ആൻസേഴ്സ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് എത്ര അവേഴ്സ് ആണ് എക്സാം ഉണ്ടായിരിക്കുക എന്നുള്ളത് ചെക്ക് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങളിപ്പം എക്സാം എഴുതി കഴിഞ്ഞാൽ തന്നെ ജസ്റ്റ് ഒരു വായിച്ചു നോക്കിയതിന് ശേഷം അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടി മറന്നു പോകരുത്. അതുപോലെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഇടാൻ വേണ്ടി മറന്നു പോകരുത്. നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതുപോലെ എഴുതാൻ അറിയാവുന്ന ആൻസേഴ്സ് മാത്രം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാത്തിനും ആൻസേഴ്സ് എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം ഒരു ആൻസർ എഴുതുമ്പോൾ. പിന്നെ ടൈം മാനേജ്മെന്റ്, നിങ്ങളിപ്പം 2 മണിക്കൂറിനുള്ളിലാണ് നിങ്ങൾക്ക് എക്സാം വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ മാക്സിമം എല്ലാ ആൻസേഴ്സും എഴുതി കംപ്ലീറ്റ് ചെയ്ത് വേണം നിങ്ങൾ എക്സാം ഹാളിന് ഇറങ്ങാനായിട്ട്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു എക്സാമിന് നമ്മളിപ്പോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ടും വായിച്ചതിന് ശേഷം മാത്രം ആൻസേഴ്സ് എഴുതാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.